ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. എന്തായിരുന്നു ഇലക്ട്രോ പ്ലേറ്റിംഗ്? അതായത് ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റലിന്റെ കോട്ടിങ്, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി കോട്ടിംഗ് വൺ മെറ്റൽ ഓൺ അതർ മെറ്റൽ ആണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ബാറ്ററി മെയ്ഡ്സ് ഓഫ് ലെമൺസ്. നമുക്ക് പിക്ചറിൽ കാണാം. ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അറേഞ്ച് സിങ്ക് ആൻഡ് കോപ്പർ നെയിൽസ് ഓൺ ലെമൺസ്. ഇത് ലെമൺസ് ആണ്. ലെമൺസിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഗ്രേ കളറും ഇവിടെ ഒരു ഓറഞ്ച് കളറും ഉണ്ട്. അതിലൊന്ന് പറയുന്നത് കോപ്പറും ദെൻ അതർ വൺ ഈസ് സിങ്ക്. അങ്ങനെ സിങ്കും കോപ്പർ എന്നുള്ള നെയിൽസ് ഓരോന്നിലും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ നമ്മൾ എന്താണ്, ഈ ഓരോ നെയിൽസും കണക്ട് ചെയ്ത് പോയിട്ടുമുണ്ട്. ദെൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ കണക്ട് ദം വിത്ത് കോപ്പർ വയർ. നമ്മുടെ ഈ ബ്ലൂ കളർ കാണുന്നുണ്ടല്ലോ, ഈ ബ്ലൂ കളറൊക്കെ എന്ന് പറയുന്നത് കോപ്പർ വയേഴ്സ് ആണ്. ഇതും വയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ കണക്ട് ദം വിത്ത് ദ വയേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ കണക്ട് ദിസ് അറേഞ്ച്മെന്റ് ടു ദ LED. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ പിക്ചറിൽ കാണുന്നത് LED ആണ്. സോ നമ്മൾ ഇതിനെ LED ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. വിച്ച് എനർജി ഹാസ് കോസ്ഡ് ദ LED ടു ഗ്ലോ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് LED ഗ്ലോ ചെയ്യാൻ ഇവിടെ ഏത് എനർജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? LED ഗ്ലോ ചെയ്യാൻ യൂസ് ചെയ്ത എനർജി ഏതായിരിക്കും? ആ ലെമൺസിൽ നമ്മൾ മെറ്റൽസിന്റെ നെയിൽസ് വെച്ചു, കണക്ട് ചെയ്തു. ആൻഡ് ദാറ്റ് എന്താണ്, LED വയർ കണക്ട് ചെയ്തപ്പോൾ LED ഗ്ലോ ചെയ്തു. അതിന് കാരണം എന്ന് പറയുന്നത് ആ ലെമൺ ഉണ്ടല്ലോ, ആ ലെമൺ എന്നുള്ള കെമിക്കൽ എനർജിയാണ്. അതായത് വിച്ച് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രിക്കൽ എനർജി? ഹിയർ ദ acid in the lemon react with metals. Acid in the lemons react with metals to produce എന്താണ്, ഇലക്ട്രിസിറ്റി. നമ്മൾ ലെമണിലുള്ള ആസിഡ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ ലെമണിലുള്ള ആസിഡ്സ് കെമിക്കൽ എനർജി ആണ്. ദാറ്റ് കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ ആ LED ഗ്ലോ ചെയ്തിട്ടുള്ളത്. സോ ഇഫ് ഇലക്ട്രിക്കൽ എനർജി is absorbed or produced during chemical reaction, it is known as electrochemical reaction. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യോ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യോ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷന് ജനറലി ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇലക്ട്രോലിസിസ് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോലിസിസിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോലിസിസിന്റെ കേസിൽ ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ്, അഥവാ ഡീകമ്പോസിഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുകയാണ്. ദെൻ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി വേറൊരു കേസ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഡ്രൈ സെൽസ്, ബാറ്ററീസ്, അവിടെയൊക്കെ കെമിക്കൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും. ഡീകമ്പോസ് ചെയ്യുന്നതിന് ഇലക്ട്രോലിസിസ് എന്നും പറയാറുണ്ട്. ജനറലി പറയുമ്പോൾ നമ്മൾ എന്തും കൂടെ പറയും, അതായത് ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യോ പ്രൊഡ്യൂസ് ചെയ്യോ ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യോ പ്രൊഡ്യൂസ് ചെയ്യോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് ജനറലി പറയാറുണ്ട്. ദെൻ ഇതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി കോട്ടിംഗ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ ഈസ് കോൾഡ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. സോ നമ്മൾ യൂസ് ചെയ്യാറ് കോട്ടിംഗ് എന്താണ്, ഓർണമെന്റ്സിന്റെ കോട്ടിംഗ് ആയിട്ട് കോട്ടിംഗ് എന്താണ്, നമ്മളെ പ്ലേറ്റ്സ്, സ്പൂൺസ് ഒക്കെ കോട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ആർ അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഇൻ എവറി കെമിക്കൽ റിയാക്ഷൻ. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വൺ ഫോം ഓർ അനദർ ഫോം ഓഫ് എനർജി അബ്സോർബ് ചെയ്യോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യോ ചെയ്യും. അതായത് നമ്മളിപ്പോൾ പറയാണ്, സപ്പോസ് നമ്മൾ മെൽറ്റിംഗ് ഓഫ് ഐസ് ഒക്കെ പറഞ്ഞില്ല തുടക്കത്തിലുള്ള എക്സാമ്പിൾ, മെൽറ്റിംഗ് ഓഫ് ഐസ്, അതായത് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഇറ്റ് അബ്സോർബ്സ് എനർജി, ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ ഇറ്റ് ലിബറേറ്റ്സ് എനർജി, അതായത് ഹീറ്റ് ആണ്, അവിടെ ഹീറ്റ് എനർജിയാണ്. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മളെ മെൽറ്റിംഗ് ഓഫ് വാക്സ് അല്ലെ ബേണിങ് എ ക്യാൻഡിൽ ഇല്ലേ, കാൻഡിൽ ബേൺ ചെയ്യുമ്പോൾ എന്താണ്, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അവിടെ സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ അത് ആ ഹീറ്റ് എനർജി അബ്സോർബും ചെയ്യുന്നുണ്ട്, അവിടെ ഒരു എനർജി അബ്സോർപ്ഷനും എമിറ്റിംഗും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഫയർ ഫ്ലൈസിന്റെ കേസിലൊക്കെ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊരു കെമിക്കൽ ചേഞ്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റും നടക്കുന്ന
ഏതൊരു ചേഞ്ചസ് നടക്കുകയാണെങ്കിലും അവിടെ ഒരു ഫോമോ അല്ലെങ്കിൽ വേറൊരു ഫോം ഓഫ് എനർജി ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യാം അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യാം. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിയാക്ഷൻ ആർ നോൺ ബൈ മേജർ ഫോം ഓഫ് എനർജി ഇൻവോൾവ് ഇൻ ഇറ്റ്. അതായത് അതിൽ അബ്സോർബ് ചെയ്യുന്നതോ ലിബറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫോം ഓഫ് എനർജിയുടെ ബേസിൽ നമുക്ക് ആ ഒരു റിയാക്ഷനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ചെയ്തല്ലോ thermochemical reaction, the thermochemical reaction in which heat energy is absorbed or released. Then light energy ആണെങ്കിൽ it is known as photochemical reaction. The photochemical reaction in which the light energy is either absorbed or emitted. Then third one നമ്മൾ പറഞ്ഞു electrochemical reaction. The electrochemical reaction is the reaction in which heat energy is liberated or absorbed during the chemical process. ഇത്രയും ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏത് എനർജി ആണോ അതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നു പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ചേഞ്ചസും വെച്ചിട്ട് മേജർ എനർജി ചേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻ, ബേണിംഗ് ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു സാധനം ബേൺ ചെയ്യുമ്പോൾ അതെന്താണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ. അതായത് നമ്മള് വിറകുകൾ, അതായത് നമ്മൾ പറഞ്ഞു നമ്മള് എന്താ പറയാ, മെഴുകുതിരി പേപ്പർ ബേൺ ചെയ്യുന്നത് പറഞ്ഞു, ബേണിംഗ് ഓഫ് കാൻഡിൽ പറഞ്ഞു. ദെൻ നമ്മളെ ഫയർവുഡ്, വിറകുകൾ ബേൺ ചെയ്യുന്ന ബേണിംഗ് ഓഫ് ഫയർവുഡ്സ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഹീറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ഹീറ്റ് എനർജി. ദെൻ ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസ് ഓൺ ഹീറ്റിംഗ്, അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പം സബ്സ്റ്റൻസ് ഡീകമ്പോസ് ആവുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡീകമ്പോസിഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ നമ്മളെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ആയി. അപ്പൊ അതെന്താണ്, അത് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് എനർജി. ദെൻ ബയോലൂമിനസെൻസ്, നമ്മൾ പറഞ്ഞു നമ്മളെ ഫയർ ഫ്ലൈസ്, മിന്നാമിനിങ്ങിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഇൻ വിച്ച് ലൈറ്റ് ഇറ്റ് ലിബറേറ്റ്സ് ലൈറ്റ് എനർജി. ദെൻ സെൽ മെയ്ഡപ്പ് ഓഫ് ലെമൺ, it liberates electrical energy ആണ്. It liberates electrical energy. Then electrolysis of sodium chloride. സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോലിസിസ് നടന്നിട്ട് അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആവുന്നുണ്ട്. ദെൻ എന്താണ്, പിങ്ക് കളർ സൊല്യൂഷനിലാണ് പിങ്ക് കളർ വന്നിട്ടുണ്ട്. സോ ഇറ്റ് അബ്സോർബ്സ് ഇലക്ട്രിക്കൽ എനർജി. ഇത് നമ്മൾ പഠിച്ച എക്സാമ്പിൾസും അവിടെ ഉണ്ടായ മേജർ എനർജി ചേഞ്ചസും ആണ്. നിങ്ങളോട് ചോദിക്കാൻ മതി. അപ്പോൾ ഹാവ് യു ലേൺഡ് അബൌട്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് ദ ചേഞ്ചസ് ദേ അണ്ടർഗോ. നമ്മൾ പഠിച്ചു ചേഞ്ചസ്, മാറ്ററിന്റെ ചേഞ്ചസും അത് അണ്ടർഗോ ചെയ്യുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പഠിച്ചു. സം ഓഫ് ദിസ് ചേഞ്ചസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ഹ്യൂമൻ ലൈഫ്. ചില ചേഞ്ചസുകൾ, അതുപോലെ നമ്മൾ ചില കെമിക്കൽ ചേഞ്ചസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, എന്നാൽ ചില ചേഞ്ചസ് നമുക്ക് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ട്. So it improves human life and some others do not. Discuss your class and write a note on changes of matter, how they affect human life. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റും നടക്കുന്ന ചേഞ്ചസ് കുറേ നമുക്ക് ബെനിഫിഷ്യൽ ആണ്. നമ്മൾക്ക് എന്താണ് ഏറ്റവും നമ്മളൊരു ഡെയിലി ലൈഫ് മുന്നോട്ട് പോകാൻ ഏറ്റവും എസെൻഷ്യൽ ആയി വേണ്ട കുറേ ചേഞ്ചസ് ഉണ്ട്. നമ്മളെ ഗ്രോത്തിന് തന്നെ കുറേ ചേഞ്ചസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ട്, അതുപോലെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഈ പൊല്യൂഷൻ ഒക്കെ കാരണം, അതായത് ഹാംഫുൾ കെമിക്കൽസ് ഒക്കെ വന്നിട്ട് റിയാക്ഷൻ നടന്ന് പൊല്യൂഷൻ ഉണ്ടാകുന്നത്, പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കെമിക്കൽ റിയാക്ഷനിലൂടെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഹാംഫുൾ ആണ്. അപ്പൊ ഹാംഫുൾ ആയിട്ടും ഉണ്ട്, ബെനിഫിഷ്യൽ ആയിട്ടും ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളോടൊരു നോട്ട് എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളെ ചാപ്റ്റർ, അതായത് നമ്മളെ ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള ആ ചാപ്റ്റർ കഴിയാണ്. ചേഞ്ചസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പറഞ്ഞ കാര്യങ്ങളൊന്ന് ബ്രീഫായി പറയുകയാണെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മെയിൻലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റ് ചേഞ്ചസ് ഉണ്ട്, സ്ലോ ചേഞ്ചസ് ഉണ്ട്. ഈസിലി പെട്ടെന്ന് നടക്കുന്നതാണെങ്കിൽ ഫാസ്റ്റ് ആണ്, സ്ലോ ആയിട്ടാണെങ്കിൽ ടൈം എടുത്താണ് നടക്കുന്നതെങ്കിൽ സ്ലോ ചേഞ്ചസ് എന്ന് പറയും. ദെൻ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ചേഞ്ച് ഉണ്ട്, കെമിക്കൽ ചേഞ്ച് ഉണ്ട്. ജസ്റ്റ് അറേഞ്ച്മെന്റ് ആൻഡ് ഫിസിക്കൽ നാച്ചുറലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, കെമിക്കൽ, അതായത് അതിൽ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്, റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്, റിവേഴ്സിബിൾ ആണെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. അതിനൊക്കെ എക്സാമ്പിൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു ഫിസിക്കൽ ചേഞ്ചിൽ നിന്ന് വേറൊരു ഫിസിക്കൽ ചേഞ്ചിലേക്ക് മാറണമെങ്കിൽ
അതായത് നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റ്, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അങ്ങനെ ആ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇന്റർ കൺവേർഷൻ, അതിന് ഹീറ്റ് എനർജിയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കെമിക്കൽ ചേഞ്ചും അത് റിലേറ്റ് ആയിട്ടുള്ള എനർജി ചേഞ്ചും പറഞ്ഞു. അതിൽ നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. thermochemical reaction which either എന്താണ് absorb heat or liberate heat. 2 types ഉണ്ട്, exothermic which liberate. Next ആണ് endothermic which absorbs. then രണ്ടാമത് നമ്മൾ പഠിച്ചു photochemical reaction. എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കണേ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. photochemical reactions, that is light. either light energy is absorbed or എന്താണ് liberated. then നമ്മൾ പറഞ്ഞതാണ് electrochemical reaction. Electrochemical reactions, either electrical energy is absorbed or electrical energy is liberated for chemical reaction എന്ന് പറയും. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രോലിസിസും ഇലക്ട്രോപ്ലേറ്റിംഗും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എടുത്ത കാര്യങ്ങൾ നന്നായി പഠിക്കുക. എല്ലാ എക്സാമ്പിൾസ്, ഓരോ റിയാക്ഷൻസിന്റെ ഡെഫിനിഷൻ, ടൈപ്സ്, അതിന്റെ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ, ആ ഒരു ടേബിൾ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ടുള്ള, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് അറിയുന്ന എക്സാമ്പിൾ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അത് നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ മിസ്സാക്കരുത്. ഒരു പോയിന്റ് സ്കിപ്പ് ചെയ്യാതെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് ബാക്കി ക്ലാസ്സുകളിലായിട്ട് അടുത്ത ചാപ്റ്റർ ഒക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.